Welcome to 7news Maths Plus. Subscribe this channel for more videos on maths. Good morning dear students. എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസിൻ്റെ പ്രോബ്ലം തന്നെയാണ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട്, അതായത് പാർട്ട് 7, പാർട്ട് 8, പാർട്ട് 9, പാർട്ട് 10 ഇതും കൂടെ, ഈ 4 വീഡിയോസും കാണാത്തവർ ഈ 4 വീഡിയോസും നിർബന്ധമായും കാണണം. കാരണം ഈ 4 വീഡിയോസിലും നമ്മൾ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4 വീഡിയോസിലും കൂടെയുള്ള പ്രോബ്ലംസ് മതി നിങ്ങൾക്ക് ഫങ്ഷൻസിൻ്റെ പാർട്ടിൽ നിന്ന് പ്രോബ്ലംസ്. ഇതല്ലാതെ ഇതിലെല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 4 വീഡിയോസും നിങ്ങൾ നിർബന്ധമായും കാണണം. അതായത് പാർട്ട് 7, 8, 9, 10. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ചെക്ക് വെദർ എഫ് ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് 1, 1 and on 2 വേർ ആർ സ്റ്റാർ ഈസ് എ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽസ്. ഇവിടെ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നോൺ സീറോ റിയൽസ്. അപ്പോൾ ഇവിടെ ആർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നോൺ സീറോ റിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? R-0 ഒഴികെയുള്ള റിയൽ നമ്പർ. അപ്പോൾ ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും എന്താണ്? R-0 ആണ്. R-0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെറ്റ് ഓഫ് നോൺ സീറോ റിയൽസ്, സീറോ അല്ലാത്ത റിയൽ നമ്പേഴ്സ് ഈസ് 1, 1 and on 2. നമുക്കറിയാം എങ്ങനെയാണ് 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഫംഗ്ഷൻ 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് f of x1 equal to f of x2 and then prove that x1 equal to x2. Is it right? f of x1 equal to f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യാം. എന്താ f of x? f of x is equal to 1/x. അപ്പോൾ ഏതാ f of x1 equal to f of x2 implies f of x1 equal to f of x2. f of x is 1/x. f of x1 എന്തായിരിക്കും? 1/x1 is equal to f of x2 എന്ന് കാണണമെങ്കിൽ x ന്റെ സ്ഥാനത്ത് x2 കൊടുക്കുക. 1/x2. That implies cross multiply by x1 into 1, x1 equal to x2 into 1, x2. So f of x1 equal to f of x2 implies x1 equal to x2. അപ്പോൾ f of x1 equal to f of x2 എടുക്കുമ്പോൾ x1 equal to x2 കിട്ടും. Therefore f is 1, 1. അപ്പോൾ ആ ഫംഗ്ഷൻ f എന്താണ്? 1, 1 ആണെന്ന് പറയും. ഇനി നമ്മൾ ഓൺ ടു ആണോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺ ടു എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്? കോഡമൈനിലെ എല്ലാ എലിമെന്റിനും ഡൊമൈനിൽ എന്തുണ്ടാവണം? പ്രീ ഇമേജസ് ഉണ്ടാവണം. കോഡമൈനിലെ എല്ലാ എലിമെന്റിനും പ്രീ ഇമേജ് ഉണ്ട്. നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? കോഡമൈനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y belong to the codomain. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ടേക്ക് y belong to the codomain. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്രൂവ് ദാറ്റ് there is an element x in the domain. ആദ്യത്തെ സ്റ്റെപ്പ് y കോഡമൈൻ എലിമെന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക? ഡൊമൈനിൽ x ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ എക്സിന്റെ ഇമേജ് ആണ് y എന്ന് പ്രൂവ് ചെയ്യാം. f of x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇമേജ്, f of x ആണ് y എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? യഥാർത്ഥത്തിൽ ഈ കോഡമൈനിലുള്ള എല്ലാ വൈകൾക്കും പ്രീ ഇമേജ്, ഡൊമൈനിൽ പ്രീ ഇമേജ് എക്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ കോഡമൈനിലെ എല്ലാ വൈകൾക്കും ഡൊമൈനിൽ പ്രീ ഇമേജ് എക്സ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനായി? ഓൺ ടു ഫംഗ്ഷനായി. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യാം? എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y belong to the codomain. ടേക്ക് y belong to codomain. y കോഡമൈനിൽ എലിമെന്റ് ആയിട്ട് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കോഡമൈൻ എന്ന് പറയുന്നത് എന്താണ്? R-0 നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ് കോഡമൈൻ. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഡൊമൈനിൽ എക്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. y കോഡമൈനിലെ എലിമെന്റ് ആണെങ്കിൽ f of x അല്ലേ y? അപ്പൊ y equal to 1/x എഴുതാം. y equal to 1/x. y കോഡമൈനിലെ എലിമെന്റ് ആണെങ്കിൽ എന്താണ് y? f of x ആണ് y. f of x is equal to y. അപ്പൊ y equal to 1/x എഴുതാം. ഇനി നമുക്ക് ഡൊമൈനിൽ എക്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ എങ്ങനെ എക്സ് ആണ്? x is equal to 1/y. y equal to 1/x ആണെങ്കിൽ x എന്തായിരിക്കും? 1/y. x is equal to 1/y. ഇവിടെ x ഡിഫൈൻഡ് അല്ല. y 0 ആവുമ്പോൾ y എന്തായിക്കൂടാ? 0 ആയിക്കൂടാ. പക്ഷെ വൈയുടെ വാല്യൂ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. കാരണം എന്താണ്? ഇത്
R minus 0 ആണ്. 0 എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഇവിടെ ഇല്ല, കോഡൊമൈനിൽ ഇല്ല. നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ y 0 ആവുന്ന കേസിനെ പറ്റി നമുക്ക് ആലോചിക്കണ്ട. അപ്പൊ x is equal to 1/y. അപ്പൊ y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ x ഡൊമൈനിൽ ഉണ്ടാവും. എന്താണ്? 1/y ആണ് x. നമുക്ക് y ഏതൊരു നോൺ സീറോ റിയൽ നമ്പർ ആണെങ്കിലും 1/y എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും, നോൺ സീറോ റിയൽ നമ്പർ ആയിരിക്കും. ഇവിടെ y is equal to 1/x. അങ്ങനെയാണെങ്കിൽ x എന്താണ്? 1/y. x equal to 1/y ആണ്. y എന്താണ്? 0 അല്ലാത്ത റിയൽ നമ്പർ. അപ്പോ കാരണം കോഡൊമൈൻ R minus 0 ആണ്. അപ്പൊ y 0 അല്ലാത്ത ഏത് റിയൽ നമ്പർ ആണെങ്കിലും x എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. കാരണം 1നെ 0 അല്ലാത്ത ഏത് റിയൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്തിനാ കിട്ടുക? ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. ആ റിയൽ നമ്പറിന്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. അപ്പോ if y belongs to a codomain, then y is equal to 1/x. അങ്ങനെയാണെങ്കിൽ x equal to 1/y belong to the domain എന്ന് പറയാം. belong to the domain R star. ഇവിടെ കോഡൊമൈൻ എന്താണ്? R star. അപ്പൊ y കോഡൊമൈൻ എലിമെന്റ് ആണെങ്കിൽ x എന്ന് പറയുന്ന എലിമെന്റ് ഡൊമൈനിൽ ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്തും കൂടെ പ്രൂവ് ചെയ്യണം? f of x is equal to y. x ന്റെ ഇമേജ് ആണ് y എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ f of x കണ്ടുനോക്കാം. f of x is equal to f of x എന്ന് പറഞ്ഞാൽ f of x എന്താണ്? 1/y. f of 1/y. f of 1/y എങ്ങനെയാണ്? f of x is equal to 1/x. അപ്പൊ f of 1/y കാണണമെങ്കിൽ x ന്റെ സ്ഥാനത്ത് 1/y കൊടുക്കുക. അപ്പൊ 1/1/y. അപ്പൊ 1/1/y. എന്താ 1/1/y എന്ന് പറഞ്ഞാൽ 1/y യുടെ റെസിപ്രോക്കൽ. 1/y എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ. 1/y യുടെ റെസിപ്രോക്കൽ എന്താ? y ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡൊമൈനിൽ ഏതൊരു വൈക്കും കോഡൊമൈനിൽ ഏതൊരു വൈക്കും ഡൊമൈനിൽ എന്തുണ്ട്? x ഉണ്ട്. എന്താവുന്ന രൂപത്തിൽ? f of x is equal to y ആവുന്ന രൂപത്തിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടെന്ന് അർത്ഥം? പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ എഴുതാം? For every y belong to the codomain, there is an element x in the domain such that f of x is equal to y. So the function is onto. Therefore f is onto. f എന്താണ്? onto ആണ്. അപ്പൊ f എങ്ങനെ onto ആണെന്ന് പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y belong to the codomain. കോഡൊമൈൻ എലിമെന്റ് നമ്മൾ y ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ f of x ആയിരിക്കും. അപ്പൊ y is equal to 1/x ആയിരിക്കും. അപ്പൊ y equal to 1/x. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഡൊമൈനിൽ x ഉണ്ട് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് y equal to സംതിങ് ഉള്ളതിൽ നമുക്ക് x കാണണം. അപ്പൊ x എന്തായിരിക്കും? y equal to 1/x ആണെങ്കിൽ x equal to 1/y. ഈ x ഡൊമൈനിൽ ഉണ്ടാവണമെന്ന് നോക്കേണ്ടത്. ഈ x ഡൊമൈനിൽ ഉണ്ടാവോ? അതിന് നോക്കുക. y എന്താണ്? y എന്ന് പറഞ്ഞാൽ R minus 0. 0 അല്ലാത്ത റിയൽ നമ്പർ ആണ്. ഏത് 0 അല്ലാത്ത റിയൽ നമ്പറിന്റെയും നമ്മൾ റെസിപ്രോക്കൽ എടുക്കാം. 1/y എന്ന് പറഞ്ഞാൽ y യുടെ റെസിപ്രോക്കൽ അല്ലേ? 0 അല്ലാത്ത ഏത് റിയൽ നമ്പർ ആണെങ്കിലും റെസിപ്രോക്കൽ ഉണ്ട്, അത് റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ ഇത് ഡൊമൈൻ എലിമെന്റ് ആണ് R സ്റ്റാറിലെ. ഇത് റിയൽ നമ്പർ ആയിരിക്കും, 0 അല്ലാത്ത റിയൽ നമ്പർ ആയിരിക്കും. അപ്പോ y കോഡൊമൈൻ എലിമെന്റ് ഉണ്ടെങ്കിൽ ഡൊമൈനിൽ x ഉണ്ട് എന്ന് മനസ്സിലായി. x ന്റെ ഇമേജ് ആണ് y എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ f of x എന്ന് പറഞ്ഞാൽ f of x എന്താണ്? 1/y. അപ്പൊ 1/1/y. f of x 1/x ആണ്. അപ്പൊ f of 1/y കാണണമെങ്കിൽ x ന്റെ സ്ഥാനത്ത് 1/y കൊടുക്കുക. 1/1/y. 1/1/y എന്ന് പറഞ്ഞാൽ എന്താണ്? y. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? For every y belong to the codomain, there is an element x in the domain such that f of x is equal to y. Therefore the function f is onto. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? onto ആണ്. So the function is 1 and onto. ഈ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്, onto ആണ്. 1 and onto ഫംഗ്ഷൻ നമ്മൾ എന്താ ഫംഗ്ഷൻ എന്ന് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്ഷൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ എഫ് ഈ ആർസ്റ്റ് ഡൊമൈനിന് പകരം നമ്മൾ ഡൊമൈൻ നാച്ചുറൽ നമ്പർ ആണെന്ന് വരയ്ക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് പ്രോബ്ലം, ചെക്ക് വെദർ എഫ് എൻ ടു ആർ സ്റ്റാർ. ഇവിടെ നമ്മൾ നേരത്തെ ഡൊമൈൻ ആർ സ്റ്റാർ ആയിരുന്നു, ഇവിടെ ഡൊമൈൻ നാച്ചുറൽ നമ്പർ ആക്കി. അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ. Given by f of x equal 1/x is 1 and 2, where r star is a set of non-zero reals. ഇത് സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് എടുത്താൽ നമുക്ക് ഇതിലെ കേസ് എന്താണ്? f of x1 equal to f of x2 ഇത് സെയിം ആണ്. f of x1 equal to f of x2 means 1/x1 equal to 1/x2. That implies x1 equal to x2. Therefore f is 1. ഇനി on to ആണോ നോക്കാം. on to ആണെങ്കിൽ take y belong to the codomain r star. codomain എലിമെന്റ് നമ്മൾ y ആയി എടുത്തു. അപ്പോൾ y is equal to 1/x. Therefore x equal to 1/y. ഈ x equal to 1/y
ഡൊമൈനിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഡൊമൈൻ റിയൽ നമ്പർ അല്ല, ഇവിടെ ഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 1/y, എക്സ് ഇസ് ഈക്വൽ ടു 1/y ആണ്. നമുക്ക് വൈയുടെ വാല്യൂ 2 ആയിരിക്കാം. y എന്ന് പറഞ്ഞാൽ r സ്റ്റാർ ആണ്, 0 അല്ലാത്ത റിയൽ നമ്പർ ആണ്. 2 എന്ന് പറഞ്ഞാൽ 0 അല്ലാത്ത റിയൽ നമ്പർ അല്ലേ. 2 പ്രീ ഇമേജ് ഉണ്ടാവും. നോക്ക്, വൈയുടെ വാല്യൂ 2 ആണെങ്കിൽ x എന്തായിരിക്കും? 1/2. y is equal to 2 ആകുമ്പോൾ x എന്താ? 1/2. y equal to 2 ആണെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് x എന്തായിരിക്കും? 1/2. 1/2 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണോ? അല്ല, 0.5 ആണ്. ഇത് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ 2 നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ 2 എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു എലിമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. ഇപ്പൊ ഇവിടെ 0.1 എന്ന് പറയാൻ ഒരു എലിമെന്റ് എന്തായിരിക്കാം? 0.1 ഒരു പോസിറ്റീവ് റിയൽ നമ്പർ അല്ലേ? സെറ്റ് ഓഫ് നോൺ സീറോ റിയൽസ്, 0 അല്ലാത്ത റിയൽ നമ്പർ ആണ് 0.1. ഈ 0.1ന് പ്രീ ഇമേജ് ഉണ്ടാവും. കാരണം എന്താ? 1/0.1 ആയിരിക്കും എക്സ്. വൈയുടെ വാല്യൂ 0.1 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? 1/0.1. 1/0.1 എന്ന് പറഞ്ഞാൽ 10/1 = 10 അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ആയിരിക്കും. അപ്പൊ 1.1ന് പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അത് 10 ആയിരിക്കും. 10 നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ 0.1ന് പ്രീ ഇമേജ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടാവണം, എന്നാലേ ഓൺ ടു ആവുള്ളൂ. നമ്മൾ y ഈക്വൽ ടു 2 എടുക്കാം. y 2 ആണെങ്കിൽ 2 എന്താണ്? കോഡമൈൻ എലിമെന്റ് ആണ്. അത് ആർ സ്റ്റാറിലെ എലിമെന്റ് ആണ്, നോൺ സീറോ റിയൽ ആണ്. അപ്പൊ 2ന്റെ പ്രീ ഇമേജ് എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആയിരിക്കും. 1/2 എന്താണ്? 1/2 എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. 1/2 നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇത് 2ന് നമുക്ക് എന്തില്ല എന്ന് പറയാം? പ്രീ ഇമേജ് ഇല്ല എന്ന് പറയാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/y ഡസ് നോട്ട് ബിലോങ് ടു കോഡൊമൈൻ n. domain n. x equal to 1/y does not belong to domain n for all y belong to codomain. കോഡമൈനിൽ എല്ലാ വൈക്കും x equal to 1/y എന്ന് പറയുന്നത് എന്തുണ്ടാ? എവിടെ ഉണ്ടാവില്ല? ഡൊമൈനിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോ എങ്ങനെ പറയാം? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ, ഇഫ് y is equal to 2, x equal to y equal to 2 ആണെങ്കിൽ x എന്തായിരിക്കും? 1/y, 1/2. 1/2 does not belong to n. അപ്പൊ നമുക്ക് എന്ത് പറയാം? y കോഡമൈനിൽ എലിമെന്റ് ആണെങ്കിൽ x എന്ന് പറയുന്നത് ഡൊമൈനിൽ ഉണ്ടാവില്ല. ഫോർ ഓൾ y belong to the codomain. കോഡമൈനിൽ എല്ലാ വൈക്കും ഡൊമൈനിൽ എന്തുണ്ടാവില്ല? എക്സ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കോഡമൈനിൽ എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ല. എന്നൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എക്സാമ്പിൾ, y is equal to x equal to 1/2. 1/2 does not belong to n. y equal to 2 ആണെങ്കിൽ x എന്തായിരിക്കും? 1/2 ആയിരിക്കും. 1/2 നാച്ചുറൽ നമ്പർ അല്ല. അതിന്റെ അർത്ഥം 2ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ഏതെങ്കിലും ഒരു എലിമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. If y is then x equal to 1/2 does not belong to natural numbers. അതാണ് ഇവിടെ ഡൊമൈൻ. But therefore 2 does not have pre-image. 2 does not have pre-image. 2 എന്തില്ല? pre-image ഇല്ല. Therefore f is not onto. f എന്നല്ല, onto അല്ല. onto അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? into ഫംഗ്ഷൻ ആണ്. f is into. So the function is 1 into. So let us go to the third problem. ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്ക്. ഷോ ദാറ്റ് ദ സിഗ്നം ഫംഗ്ഷൻ എഫ് ആർ ടു ആർ. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 1 when x greater than 0, എഫ് ഓഫ് എക്സ് ഈക്വൽ 0 when x equal 0, എഫ് ഓഫ് എക്സ് ഈക്വൽ -1 when x less than 0 is neither 1 nor on 2. ഇത് 1 അല്ല on 2 അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്ക്, സിഗ്നം ഫംഗ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ എക്സിന്റെ വില 0-നേക്കാൾ കൂടുതലാകുമ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എക്സിന്റെ വില 0-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ആകുമ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ടാണ് എക്സിന്റെ വില 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അതാണ് 0 0 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സ് 0-നേക്കാൾ കുറവാകുമ്പോൾ 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് -1 കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇപ്പൊ നോക്ക്, ഇത് ദിസ് ഫംഗ്ഷൻ ഇസ് ക്ലിയർലി നോട്ട് 1 1. ഈ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. നോക്ക്, 1ന്റെ ഇമേജ് എന്താ?
1 ആണ്. 2ന്റെ ഇമേജ് എന്താ 1 ആണ്. 3യുടെ ഇമേജ് എന്താ 1 ആണ്. നമുക്ക് f of 1 is equal to 1. f of 2 അതും 1 ആണ്. f of 3 എന്താണ് 1 ആണ്. So distinct elements 1, 2 and 3 have the same image 1. വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് ആണ് 1ഉം 2ഉം 3ഉം. ഇതിനൊക്കെ ഇമേജ് എന്താണ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല. ഇനി ഓൺ ടു ആണോ നോക്കണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ കോഡമൈൻ എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും കോഡമൈനും ഈക്വൽ ആണെങ്കിലാണ് ഈ ഫംഗ്ഷൻ എന്താവുക ഓൺ ടു ആവുക. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈയുടെ വാല്യൂസിന്റെ സെറ്റിനാണ് നമ്മൾ എന്താ പറയാ റേഞ്ച് എന്ന് പറയാ. ഈ ഫംഗ്ഷന് വൈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ ആകെ 3 ഉള്ളൂ. എക്സ് 0-നേക്കാൾ കൂടുതലാവുമ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ ഒറ്റൊന്നേ ഉള്ളൂ 1. വൈ വാല്യൂ ഒറ്റ വൈ വാല്യൂ ഉള്ളൂ 1 ആണ്. എക്സ് 0 ആവുമ്പോൾ ഫംഗ്ഷന് ഒറ്റ വൈ വാല്യൂ ആണ് 0. എക്സ് 0-നേക്കാൾ കുറവാകുമ്പോഴൊക്കെ ഫംഗ്ഷന് ഒറ്റ വൈ വാല്യൂ ഉള്ളൂ -1. അപ്പൊ ഇവിടെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസിന്റെ സെറ്റ്. ഫംഗ്ഷൻ ആകെ ഫംഗ്ഷന്റെ റേഞ്ചിൽ 3 വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ്? -1 0 1 -1 0 1. ഇത് കോഡമൈൻ ഈക്വൽ ആണോ? കോഡമൈൻ എന്ന് പറഞ്ഞാൽ ഇത് റേഞ്ചും ഇവിടെ ഡൊമൈനും കോഡമൈനും രണ്ടും എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. ഇത് -1 0 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു കോഡമൈൻ R. Or this is a subset of codomain R. So since range -1 0 1 is not equal to the codomain R, or this is a subset of codomain R, f is not onto. f endalla onto alla. അപ്പോൾ this function is neither 1 1 nor onto. 1 1 അല്ല onto അല്ല. 1 1 അല്ല എല്ലാം എന്തുകൊണ്ടാണ് പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ട്. 1ന്റെ ഇമേജും 1 ആണ്, 2ന്റെ ഇമേജും 1 ആണ്, 3ന്റെ ഇമേജും 1 ആണ്. അപ്പൊ f of 1 1 ആണ്, f of 2 1 ആണ്, f of 3 1 ആണ്. 0-യേക്കാൾ കൂടുതലായിട്ടുള്ള ഏതൊരു എലിമെന്റിന്റെയും ഇമേജ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത് കുറെ അധികം വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് ഒരേ ഇമേജ് ഉള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 അല്ല. ഈ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. പിന്നെ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ് ആകെ 3 ഉണ്ടാവുള്ളൂ. -1 0 1. ഇതല്ലാതെ വേറെ വൈ വാല്യൂസ് ഉണ്ടാവില്ല. ഏത് വാല്യൂ അയക്കഴിഞ്ഞാലും എക്സിന്. അപ്പൊ റേഞ്ച് -1 0 1. റേഞ്ചും കോഡമൈനും ഈക്വൽ ആണെങ്കിലാണ് ഓൺ ടു ആവുക. പക്ഷെ കോഡമൈൻ ഇവിടെ എന്താണ്? ഇത് ഡൊമൈൻ, ഇത് കോഡമൈൻ റിയൽ നമ്പർ ആണ്. ഇത് റിയൽ നമ്പേഴ്സ് ആണോ? ഇത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു കോഡമൈൻ R. therefore f is not on to. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡമൈൻ ആണെങ്കിൽ f എന്തല്ല ഓൺ ടു അല്ല. ഫംഗ്ഷൻ എന്താണ്? ഇൻടു ആണ്. നമുക്ക് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഇവിടെയും f R to R ആണ്. ഡൊമൈനും കോഡമൈനും റിയൽ നമ്പേഴ്സ് ആണ്. f of x is equal to greatest integer x is 1 1 അല്ല on to അല്ല. neither 1 1 nor on to. ഈ സെയിം ആർഗ്യുമെന്റ് മതി നമുക്കിവിടെ. എന്താ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ x എന്നാണ് നമ്മൾ പഠിച്ചിട്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. f of x equal ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ x എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ എക്സിനോട് തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായതോ ആയ ഏറ്റവും വലിയ ഇന്റീജർ. അപ്പൊ നമുക്ക് 1നും 2നും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെയൊക്കെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. നോക്ക് f of x is equal to ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ x അല്ല ഇവിടെ. f of x equal to greatest integer function x. f of x is equal to greatest integer function x. So what is f of 1.1? greatest integer 1.1 ആണ്. 1.1 1 2 ഇടയില്ലേ? 1.1-നേക്കാൾ 1.1നോട് തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായതോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇന്റീജർ. 1.1 ഏകദേശം ഇവിടെ വരിക നോക്കാം. അതിനേക്കാൾ കുറവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് ഒക്കെ ഇതാണ്. അതിന് ഏറ്റവും വലിയ ഇന്റീജർ ഏതാ? 1 അല്ലേ? ഇതിന്റെ ഇമേജ് 1 ആണ്. ഗ്രേറ്റസ്റ്റ് അത് 1 ആണ്. f of 1.2 എത്രയാ? അത് 1 ആണ്. 1നും 2നും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ഒക്കെ ഇമേജ് എന്തായിരിക്കും? വൈ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. f of 1.3 എന്തായിരിക്കും? അത് 1 ആയിരിക്കും. f of 1.9 എന്തായിരിക്കും? അത് 1 ആയിരിക്കും അല്ലേ? 2 ആവുമ്പോൾ എന്തായി? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2നോട് തുല്യമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റീജർ. 2 തന്നെ ഇന്റീജർ ആണ്. അപ്പൊ 2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പറയാം
വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് എന്തുണ്ട്? സെയിം ഇമേജ് ഉണ്ട് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് സെയിം images, therefore f is not 1 1. f എന്നല്ല 1 1 അല്ല, ഫംഗ്ഷൻ എന്താണ്? many 1 ആണ്. ഇനി ഇവിടെ കോഡമൈൻ R ആണ്, ഇത് ഓൺ ടു ആണോ? നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? എങ്ങനെ ചെക്ക് ചെയ്യുക? ഇതിന്റെ റേഞ്ച് കണ്ടുനോക്കുക. റേഞ്ചും കോഡമൈനും ഈക്വൽ ആണെങ്കിലാണ് ഓൺ ടു. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂസ് അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റ് ഓഫ്. ഇതിന്റെ y വാല്യൂസിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇന്റീജർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് f ഓഫ് 1.1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1.9 ഇതൊക്കെ 1 തന്നെയല്ലേ? 1 എന്താണ്? ഇന്റീജർ ആണ്. നമുക്ക് ഇതിന്റെ ഒക്കെ 0 ഉം 1 നും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. 0 ഇന്റീജർ ആണ്. 1 നും 2 നും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കും. 2 നും 3 നും ഇടയിലുള്ള ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഏതൊക്കെ ഉണ്ടാവുള്ളൂ? -1, 0, 1, 2, 3, 4 എക്സെട്ര. അപ്പോ ഇന്റീജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ കോഡമൈൻ ഇന്റീജേഴ്സ് ആണോ? അല്ല, ഡൊമൈനും കോഡമൈനും റിയൽ നമ്പർ ആണ്. അപ്പോ റേഞ്ച് ഈസ് ഈക്വൽ ടു ഇന്റീജേഴ്സ്. അതായത് y വാല്യൂസ് ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? y വാല്യൂസ് അല്ല, ഫംഗ്ഷന്റെ വാല്യൂസ്. ഫംഗ്ഷന്റെ വാല്യൂസ് ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇന്റീജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് ഇന്റീജേഴ്സ് -1, -2, -3, -4 എക്സെട്ര. പോസിറ്റീവ് ഇന്റീജേഴ്സ് 1, 2, 3, 4 എക്സെട്ര 0 എന്ന് പറയുന്ന ആ ഇന്റീജറിന്റെ ഇന്റീജേഴ്സ് ആയിരിക്കും എന്തിവിടെ? റേഞ്ച്. റേഞ്ച് ഇസ് ഈക്വൽ ടു ഇന്റീജേഴ്സ്. പക്ഷെ ഇവിടെ കോഡമൈൻ ഇന്റീജർ അല്ല, കോഡമൈൻ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡമൈൻ R. ഇത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് ഇന്റീജേഴ്സ്. So since range is a subset of codomain, f is not on 2. f എന്നല്ല, on 2 അല്ല, f എന്താണ്? into ആണ്. f on 2 ആവണമെങ്കിൽ range must be equal to the codomain R. f on 2 ആണെങ്കിൽ range എന്തിന് ഈക്വൽ ആവണം? കോഡമൈനിൽ ഈക്വൽ ആവണം. ഇപ്പൊ ഈ രണ്ട് ഫംഗ്ഷനും എന്തല്ല? സിഗ്നൽ ഫംഗ്ഷനും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷനും 1 1 ഉം അല്ല, എന്തുമല്ല? on 2 അല്ല. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ പ്രോബ്ലം നോക്ക്. ഷോ ദാറ്റ് fn to n given by f of x equal to x plus 1 when x is odd, f of x is equal to x minus 1 when x is even. Prove that it is both 1 1 and on 2. ഈ ഫംഗ്ഷൻ 1 1 ആണ്, on 2 ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഡൊമൈനും കോഡമൈനും രണ്ടും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്നാ 1 2 3 4 എക്സെട്ര. അപ്പൊ f of x equal to x plus 1 ആണ്. x ഓഡ് ആവുമ്പോൾ, x ഓഡ് എന്ന് പറഞ്ഞാൽ x ഏതൊക്കെ ആവുമ്പോൾ 1 3 5 എക്സെട്ര. x ഈവൻ ആവുമ്പോൾ ഫംഗ്ഷൻ x minus 1 ആണ്. x ഈവൻ എന്ന് പറഞ്ഞാൽ 2 4 6 8 എക്സെട്ര. ഈ ഫംഗ്ഷൻ both 1 1 and on 2. ഓക്കെ, എങ്ങനെ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? f of x1 equal to f of x2 എടുക്കുക, എന്നിട്ട് x1 equal to x2 എടുക്കുക. പക്ഷെ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. x ഓഡ് ആവുന്ന കേസുണ്ട്, x ഈവൻ ആവുന്ന കേസുണ്ട്. അപ്പൊ നമ്മൾ x1 x2 രണ്ട് എലിമെന്റ്സ് എടുക്കുമ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. ഏതൊക്കെ 4 പോസിബിലിറ്റീസ്? ഈ x1 ഉം x2 രണ്ട് എലിമെന്റ്സ് നമ്മൾ എടുക്കുക. x1 ഉം x2 രണ്ടും എന്താവാം? ഫസ്റ്റ് കേസ് ഈസ് ദാറ്റ് x1 and x2 are odd. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? x1 and x2 are even. തേർഡ് കണ്ടീഷൻ എന്താണ്? x1 is odd and x2 is even. ഫോർത്ത് കണ്ടീഷൻ എന്താണ്? x1 is even and x2 is odd. ഈ 4 കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ 1 1 ആണോ നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാം? Take f of x1 equal to f of x2. f of x1 equal to f of x2 എന്ന് എടുക്കും, എന്നിട്ട് x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യില്ല ചെയ്യാം. അപ്പൊ നമ്മളിവിടെ x1 ഉം x2 ഉം രണ്ട് എലിമെന്റ്സ് ആണ്. ആ x1 ഉം x2 ഇവിടെ ഓഡ് ആവുന്ന കേസുണ്ട്, ഈവൻ ആവുന്ന കേസുണ്ട്. അപ്പൊ നമ്മൾ x1 ഉം x2 ഉം രണ്ട് എലിമെന്റ്സ് എടുത്താൽ അത് രണ്ടും ഒന്നുകിൽ അത് രണ്ടും ഓഡ് ആവാം, അല്ലെങ്കിൽ അത് രണ്ടും ഈവൻ ആവാം. x1 ഉം x2 ഉം ഈവൻ ആവാം, അല്ലെങ്കിൽ x1 ഓഡും x2 ഈവനും ആവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചാവാം. x1 ഈവനും x2 എന്തും ആവാം? ഓഡും ആവാം. നോക്ക്, ഈ കേസ് നോക്ക്. ഒന്നാമത്തെ x1 and x2 ആർ ഓഡ്. ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് ആണ്. ഈ കേസിൽ നമ്മൾ f of x1 equal to f of x2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? നോക്ക്, f of x1 equal to f of x2 implies x1 ഉം x2 ഉം ഓഡ് ആണ്. x1 ഉം x2 ഓഡ് ആണെങ്കിൽ ഫംഗ്ഷൻ x plus 1 ആണ് എടുക്കേണ്ടത്. ഈ ഫംഗ്ഷൻ ആണ്. അപ്പൊ f of x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1 plus 1 x1 plus 1 equal to f of x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? f of x plus 1 ആണ്. അപ്പൊ f of x2 x2 plus 1.
അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഈ +1 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? x1 = x2, x1 = x2. therefore f is 1 1. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഫംഗ്ഷൻ 1 1 ആണ്. f of x1 = f of x2 നിർത്തപ്പോൾ എന്ത് കിട്ടി? x1 = x2 എന്ന് കിട്ടി. അപ്പോൾ x1 ഉം x2 ഉം ഓഡ് ആവുമ്പോൾ ഫംഗ്ഷൻ 1 1 ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? x1 x2 are ഈവൻ. x1 ഉം x2 ഉം ഈവൻ ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? f of x1 = f of x2 എടുക്കുക. then prove that x1 = x2. അപ്പോൾ f of x1 = f of x2 implies, so what is f of x1? ഇവിടെ x1 ഉം x2 ഉം ഈവൻ ആണ്. x ഈവൻ ആവുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ എന്തെടുക്കണം? x - 1 എടുക്കണം. അപ്പോൾ f of x1 എന്തായിരിക്കും? x1 - 1 x1 - 1 equal to f of x2 എന്തായിരിക്കും? f of x2 x2 - 1. ഇവിടെ x ഈവൻ ആവുമ്പോഴുള്ള ഫംഗ്ഷൻ എടുക്കേണ്ടത്. x1 ഉം x2 രണ്ടും ഈവൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ f of x x - 1 ആണ്. അപ്പോൾ f of x1 എന്ന് പറഞ്ഞാൽ x1 - 1, f of x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x2 - 1 equal to x2 - 1. that implies x1 = x2. therefore f is 1 1. അപ്പോൾ f എന്താണ്? 1 1 ആണ്. നമുക്ക് ഈ സൈഡിൽ രണ്ടിലും -1 ഉം -1 ഉം ക്യാൻസൽ ചെയ്താൽ x1 = x2 നേടും. അപ്പോൾ f 1 1 ആണ്. ഇനി x1 is odd and x2 is even. x1 ഓഡും x2 ഈവനുമാണ്. അപ്പോൾ f of x1 = f of x2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? f of x1 = f of x2 implies x1 ഓഡ് ആണ്. അപ്പോൾ f of x1 എന്താണ്? x1 ഓഡ് ആണ്. അങ്ങനെയാണെങ്കിൽ f of x1 ഈ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് x1 + 1 ആണ്. x1 + 1 equal to f of x2. x2 എന്താ അവിടെ? x2 ഈവൻ ആണ്. x2 ഈവൻ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? f of x = x - 1 ആണ്. അപ്പോൾ f of x2 എന്ത് വരും? x2 - 1 x2 - 1. ഇതിൽ നമുക്ക് എന്താ കിട്ടുക? ഈ -1 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ -1 അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. 1 + 1 2 is equal to x2 - x1 അല്ലേ കിട്ടുക. 2 ഈ 1 അങ്ങോട്ട് കൊണ്ടുവന്നു. ഈ -1 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ +1 ആയി. അപ്പോൾ ഇവിടെ 1 ഒരു +1 ഉണ്ട്. +1 + 1 അപ്പോൾ +2. 2 is equal to ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് ഒരു x2 ഉണ്ട്. ആ x2 അങ്ങനെ തന്നെ എഴുതി. +x1 നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -x1 ആയി. അപ്പോൾ നമുക്ക് x2 - x1 = 2 എന്നർത്ഥം അല്ലേ? x2 - x1 = 2 എന്ന് പറഞ്ഞാൽ അർത്ഥം x1 ഉം x2 ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 ആണ്. അത് ശരിയാവോ? നോക്ക് ഇവിടെ x1 ഒറ്റ സംഖ്യയാണ്, x2 ഇരട്ട സംഖ്യയാണ്. x1 എന്ത് സംഖ്യ? ഒറ്റ സംഖ്യ. x2 ഇരട്ട സംഖ്യ. അപ്പോൾ ഒരു ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 2 ആവുമോ? ഒരിക്കലും ആവില്ല. ഒരു ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും എന്താവില്ല? 2 ആവില്ല അല്ലേ? നോക്ക് 1 ഒരു ഒറ്റ സംഖ്യയാണ്, 2 ഇരട്ട സംഖ്യ അല്ലേ? 1 ഉം 2 ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1 അല്ലേ? 1 ഒറ്റ സംഖ്യയാണ്, 4 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 1 ഉം 4 ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും ഇത് x2 - x1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 2 ആണെന്ന് അതിന്റെ അർത്ഥം. കാരണം ഇവിടെ x1 ഓടും x2 ഈവനുമാണ്. അപ്പോൾ ഇത് ഒരു ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്, അത് 2 ആണെന്ന് അർത്ഥം. ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും എന്താവില്ല? 2 ആവില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് പോസിബിൾ, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇത് ഒരിക്കലും സാധ്യമാവില്ല. ഇതേപോലെ ഇതാണ് x1 ഈവൻ ആകുമ്പോഴും x2 ഓഡ് ആകുമ്പോഴും ഇതേപോലെ തന്നെയാണ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ ഈ 2 കേസിലും നമുക്ക് എന്ത് പറയാം? f of x1 നോട്ട് ഈക്വൽ ടു f of x2 എന്ന് പറയാം. f of x1 ഉം f of x2 ഉം ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. അപ്പൊ f of x1 ഈക്വൽ ടു f of x2 ആവണമെങ്കിൽ x2 - x1 2 ആയിരിക്കണം. ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 2 ആവണം. അതൊരിക്കലും സാധ്യമാവില്ല. അപ്പോൾ f of x1 ഉം f of x2 ഉം ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f of x1 നോട്ട് ഈക്വൽ ടു f of x2 എന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് 1 1 അല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കേസിലും ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. x1 ഉം x2 ഉം ഓഡ് ആവുമ്പോൾ f of x1 ഈക്വൽ ടു f of x2 implies x1 ഈക്വൽ ടു x2. x1 ഉം x2 ഉം ഈവൻ ആവുമ്പോൾ f of x1 ഈക്വൽ ടു f of x2 implies x1 ഈക്വൽ ടു x2. ഈ 2 കേസും ഇമ്പോസിബിൾ ആണ്. ഈ 2 കേസും പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് മൊത്തം പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? f is 1 1 എന്ന് പറയാം. f എന്താണ്? 1 1 ആണെന്ന് പറയാം. ഇനി ഓൺ ടു ആവണമെങ്കിൽ എന്താവണം? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആവണം. ഓൺ ടു ആവണമെങ്കിൽ എന്താവണം?
റേഞ്ചും കോഡമൈനും ഈക്വൽ ആണ്. ഈ ഫംഗ്ഷന്റെ കോഡമൈനും ഡൊമൈനും രണ്ടും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും നാച്ചുറൽ നമ്പർ തന്നെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ഐ. അപ്പൊ ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുനോക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? y വാല്യൂസ്. അപ്പോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുനോക്കാം. റേഞ്ച് കണ്ടുനോക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് എക്സ് ബി ഓഡ്. ആദ്യത്തെ കേസ് നമുക്ക് ഓഡല്ലേ, എക്സ് ഓഡ് ആണ് നോക്കാം. എക്സ് ഓഡ് ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ റേഞ്ച് എന്തായിരിക്കും, അല്ലെങ്കിൽ y വാല്യൂസ് എന്തായിരിക്കും? എക്സ് ഓഡ് ആവുമ്പോ എക്സ് ഓർഡർ എന്നാൽ എക്സ് 1, 3, 5 ഒക്കെ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ y വാല്യൂ എന്തായിരിക്കും? f of 1 ഈക്വൽ ടു 1 plus 1 2 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 3 ആകുമ്പോൾ f of 3 3 plus 1 4. എക്സിന്റെ വാല്യൂ 5 ആകുമ്പോൾ f of 5 5 plus 1 അപ്പോൾ 6 എക്സെട്ര. ഇതായിരിക്കും റേഞ്ച്. എക്സ് ഓഡ് നമ്പർ ആകുമ്പോൾ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ f of x അല്ലേ y. വൈയുടെ വാല്യൂ എന്തൊക്കെയായിരിക്കും? 2, 4, 6 എക്സെട്ര ആയിരിക്കും. ലെറ്റ് എക്സ് ബി ഈവൻ. എക്സ് ഈവൻ ആവുമ്പോൾ അതിന്റെ റേഞ്ച് എന്താണ്? എക്സ് ഈവൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ x-1 ആണ്. എക്സ് ഈവൻ ആവുമ്പോൾ f of x എന്താണ്? x-1 ആണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് കാണുമ്പോൾ നമ്മൾ രണ്ടായിട്ട് തന്നെ പരിഗണിക്കണം. എക്സ് ഓഡ് ആവുന്ന കേസും എക്സ് ഈവൻ ആവുന്ന കേസും എടുക്കാം. അപ്പൊ എക്സ് ഈവൻ ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ x-1 ആയിരിക്കും. അപ്പൊ ഓരോന്നിന്റെ y വാല്യൂ കാണാം. ആദ്യത്തെ വാല്യൂ 2, അപ്പൊ f of 2 എന്തായിരിക്കും? 2 minus 1. അപ്പൊ എന്താണ്? 1. അടുത്ത x equal to 4 ആവുമ്പോൾ f of 4 എന്തായിരിക്കും? 4 minus 1 3. അടുത്ത 6 ആവുമ്പോൾ f of 6 എന്തായിരിക്കും? 6 minus 1. f of 6 എന്ന് പറഞ്ഞാൽ 6ന്റെ ഇമേജ് അല്ലേ? y വാല്യൂ ആണ്. f of 6 ആണ് 6 minus 1. അപ്പോൾ 6 minus 1 ആണ് 5 1 3 5 etc. So combining these two we will get the range of f. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എങ്ങനെയാണ് കിട്ടുക? f of x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ മൊത്തം റേഞ്ച് എങ്ങനെയാണ് കിട്ടുക? x ഓഡ് ആവുമ്പോൾ y വാല്യൂസ് എത്രയാണ്? 2 4 6 etc. x ഈവൻ ആവുമ്പോൾ y വാല്യൂസ് ഏതൊക്കെയാണ്? 1 3 5 etc. ഇതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയൻ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ എന്താണ്? റേഞ്ച്. ഇത് രണ്ടിന്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് എന്താ? 1 2 3 4 5 6 7 8 etc. set 1 2 3 4 etc. that is equal to n. n എന്ന് പറഞ്ഞാൽ എന്താ? കോഡമൈൻ. അപ്പൊ റേഞ്ച് ഓഫ് എഫ് എന്നാൽ രണ്ടിനും കൂടെ യൂണിയൻ ആണ്. 1 2 3 4 5 6 ആയിരിക്കും. അതെന്താണ്? നാച്ചുറൽ നമ്പർ അല്ലേ? 1 2 3 4 5 6 എന്ന സെറ്റ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? കോഡമൈൻ ആണ്. സോ ഹിയർ റേഞ്ച് is equal to കോഡമൈൻ. അപ്പൊ റേഞ്ച് ഓഫ് എഫ് is equal to capital N, that is natural numbers, that is codomain. Since range is equal to codomain, f is onto. Range codomain equal ആയതുകൊണ്ട് f എന്താണ്? onto ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫംഗ്ഷന്റെ പ്രോബ്ലം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 ക്ലാസ്സിന്റെയും പ്രോബ്ലം നിങ്ങൾ പഠിച്ചാൽ ഫംഗ്ഷൻസ് അത്രയും മതി. കാരണം ഇതിൽ എല്ലാ ടൈപ്പ് പ്രോബ്ലവും വന്നു. അപ്പൊ നമ്മൾ തൽക്കാലം ഫംഗ്ഷൻസ് ഇവിടെ നിർത്താണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് 3 ടോപ്പിക് ഉണ്ട്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻസ്, ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രോബ്ലം ചെയ്യാം. പിന്നെ ബൈനറി ഓപ്പറേഷൻസ്. അപ്പൊ തൽക്കാലം ഇത്രയും മതി. ഒരു കാര്യം കൂടി, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.